ബാംഗ്ലൂരുവിൽ നിന്നും രാവിലെ 4 മണിക്ക് ഇൻഡിഗോ വിമാനത്തിൽ ദോഹയിലേക്കും അവിടെ നിന്ന് ഖത്തർ എയർവേസിൻ്റെ വിമാനത്തിൽ പാരീസിലേക്കുമായിരുന്നു യാത്ര. ഉച്ചയ്ക്ക് ഏകദേശം 1:30 ഞങ്ങൾ പാരീസിലെത്തി. ഇന്ത്യയിലെ സമയവും പാരീസിലെ സമയവും തമ്മിൽ ഏകദേശം 2.5 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഡേ ലൈറ്റ് സേവിങ്സിൽ വന്ന മാറ്റം കാരണം അത് 3.5 മണിക്കൂറായി മാറി. അതായത് ഒരു ദിവസം രാത്രി 7:30 സൂര്യൻ അസ്തമിച്ചതെങ്കിൽ തൊട്ടടുത്ത ദിവസം ഡേ ലൈറ്റ് സേവിങ്സിലെ മാറ്റം കാരണം അത് 8:30 മാറി. പാരീസ് നഗരത്തിൽ 5 ദിവസത്തോളമാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. പാരീസ് നഗരത്തിലെ വിവിധങ്ങളായ ടൂറിസ്റ്റ് അട്രാക്ഷൻസും വേഴ്സാലസ് പാലസും ഒക്കെ സന്ദർശിക്കുന്നതോടൊപ്പം തന്നെ ഒരു ദിവസം പാരീസിലെ ഡിസ്നി ലാൻഡിലും ഞങ്ങൾ ചിലവഴിച്ചു. അവിടെ നിന്നും ആംസ്റ്റർഡാമിലേക്കായിരുന്നു യാത്ര. നെതർലൻഡ്സിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ആംസ്റ്റർഡാം വളരെ മനോഹരമായിട്ടുള്ളൊരു നഗരമാണ്. ഒരുപാട് കനാലുകളും ഒക്കെയുള്ള വളരെ സുന്ദരമായ ഒരു നഗരം. ആംസ്റ്റർഡാം നഗരത്തിൽ നിന്ന് കുറച്ചല്പം മാറിയുള്ള സാൻസേഷാൻസ് എന്ന ഒരു ഡച്ച് ഗ്രാമവും അതോടൊപ്പം തന്നെ നഗരത്തിൽ നിന്നൊരല്പം മാറി സ്ഥിതി ചെയ്യുന്ന കെക്കനോഫ് എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡനും ഒക്കെ സന്ദർശിക്കുവാനുള്ള അവസരം കിട്ടി. അതേ ഉണ്ടായിരുന്നുള്ളൂ. നെതർലൻഡ്സിൽ നിന്നും ബെൽജിയത്തിലേക്കായിരുന്നു യാത്ര. ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസും പ്രാചീന ബെൽജിയൻ നഗരമായ ബ്രൂക്സും സന്ദർശിച്ച ശേഷം ബസ് മാർഗം ബ്രസൽസിൽ നിന്നും ലക്സംബർഗിലേക്ക് യാത്ര തിരിച്ചു. വളരെ ചെറിയ ഒരു നഗരവും രാജ്യവുമൊക്കെയാണ് ലക്സംബർഗ്. ലക്സംബർഗ് നഗരത്തിനുള്ളിൽ പൊതുഗതാഗതം പൂർണ്ണമായും സൗജന്യമാണ്. ബസ്സും ട്രാമും മെട്രോയും എല്ലാം സൗജന്യമാണ്. യൂറോപ്പിൽ പൊതുവെ വളരെ മികച്ച പൊതുഗതാഗത സംവിധാനമാണുള്ളത്. അത് ട്രെയിനുകളായാലും മെട്രോ, ട്രാം തുടങ്ങിയ നഗരത്തിനുള്ളിലെ ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളായാലും. ലക്സംബർഗിൽ നിന്നും സ്യൂറിക്കിലേക്കാണ് പോയത്. സ്യൂറിക്കിൽ കുറച്ച് ദിവസം ചിലവഴിച്ച് സ്വിറ്റ്സർലൻഡിലെ മനോഹരമായ ആൽപ്സ് പർവ്വതനിരകളും സ്വിസ് തടാകങ്ങളും ഒക്കെ കണ്ട ശേഷം ഇറ്റലിയിലേക്ക് യാത്ര ആരംഭിച്ചു. സ്യൂറിക്കിൽ നിന്നും മിലനിലെത്തി മിലനിൽ ഒരു ദിവസം ചിലവഴിച്ച് മിലൻ നഗരത്തിലെ ടൂറിസ്റ്റ് അട്രാക്ഷൻസും മറ്റുമൊക്കെ കണ്ട ശേഷം തൊട്ടടുത്ത ദിവസം റോമിലേക്ക് യാത്ര ആരംഭിച്ചു. റോമ നഗരത്തിൽ കുറച്ച് ദിവസം ചിലവഴിച്ച് പുരാതനമായ റോമ സാമ്രാജ്യത്തിൻ്റെ ചരിത്ര സ്മാരകങ്ങളും മറ്റ് വിവിധങ്ങളായ ടൂറിസ്റ്റ് അട്രാക്ഷൻസും ഒക്കെ കണ്ട ശേഷം ഒരു ദിവസം വത്തിക്കാൻ സിറ്റിയും സന്ദർശിച്ചു. അവിടെ നിന്നും തൊട്ടടുത്തുള്ള ഇറ്റാലിയൻ നഗരമായ നാപ്പോളിയിലേക്ക് പോവുകയും നാപ്പോളിയിലെ ബീച്ചുകളും കടൽ തീരങ്ങളും മറ്റുമൊക്കെ കണ്ട് ആസ്വദിച്ച ശേഷം തിരികെ റോമിലേക്കെത്തി അവിടെ നിന്നും ഫ്ലോറൻസിലേക്ക് യാത്ര ആരംഭിക്കുകയും ചെയ്തു. ചരിത്ര പ്രാധാന്യമുള്ള പുരാതനമായ ഫ്ലോറൻസ് നഗരം കണ്ട് അവിടെ നിന്ന് തൊട്ടടുത്തുള്ള പിസ നഗരത്തിലേക്ക് പോയി പിസയിലെ ചരിഞ്ഞ ഗോപുരവും കണ്ട ശേഷം തിരികെ ഫ്ലോറൻസ് വഴി തന്നെ ഇറ്റാലിയൻ നഗരമായ പഡോവയിലേക്ക് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. പഡോവയിൽ ഒരു ദിവസം താമസിച്ച് പഡോവയിൽ നിന്നും തൊട്ടടുത്തുള്ള വെനീസ് സന്ദർശിച്ച് വെനീസ് നഗരത്തിലെ ടൂറിസ്റ്റ് അട്രാക്ഷൻസും ചെറു ചെറു ദ്വീപുകളും ഒക്കെ കണ്ട ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. വെനീസ് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു നഗരമാണ്. പ്രധാന ഗതാഗത മാർഗം ബോട്ടുകളാണ്. നമ്മുടെ നാട്ടിൽ ഇന്നുള്ള വാട്ടർ മെട്രോ സംവിധാനം എത്രയോ വർഷങ്ങളായി തന്നെ വെനീസിലുണ്ട്. വെനീസിൽ നിന്നും ഓസ്ട്രിയയിലേക്കായിരുന്നു യാത്ര. പഡോവയിൽ നിന്നും രാത്രി ട്രെയിനിൽ കയറി ഓവർനൈറ്റ് ട്രെയിനിൽ യാത്ര ചെയ്ത് ഓസ്ട്രിയൻ നഗരമായ സാൽസ്ബുർഗിലെത്തി. വളരെ മനോഹരമായ ഒരു ചെറുനഗരമാണ് സാൽസ്ബുർഗ്. സാൽസ്ബുർഗിൽ നിന്നും അന്ന് വൈകിട്ട് മ്യൂണിക്കിലേക്കുള്ള യാത്ര ആരംഭിച്ചു. മ്യൂണിക്കിൽ 2 ദിവസവും ബെർലിനിൽ 1 ദിവസവുമായി ആകെ 3 ദിവസമായിരുന്നു ജർമ്മനിയിൽ ഉണ്ടായിരുന്നത്. മ്യൂണിക്കിലെ വളരെ മനോഹരമായ പല പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ മ്യൂണിക്കിലെയും ബെർലിനിലെയും 2ാം ലോക മഹായുദ്ധവുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും സന്ദർശിക്കുവാൻ സാധിച്ചു. ജനാധിപത്യത്തിലൂടെ ഭൂരിപക്ഷം കിട്ടി അധികാരത്തിലേറി ഏകാധിപത്യത്തിലേക്ക് വഴിമാറുകയും അത് ജർമ്മൻ ജനതയെ എങ്ങനെയാണ് ബാധിക്കുകയും ചെയ്തത് എന്ന് പല ചരിത്ര സ്മാരകങ്ങളും സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ട് ജനാധിപത്യം ഏകാധിപത്യത്തിന് വഴിമാറിക്കൂടാ എന്നുകൂടി ഈ ചരിത്ര സ്മാരകങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. ബെർലിനിൽ നിന്നും ചെക്ക് റിപ്പബ്ലിക്കിലേക്കായിരുന്നു യാത്ര. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനമായ പ്രാഗ് നഗരത്തിലേക്ക്. വളരെ മനോഹരമായ ഒരു ചെറുനഗരമാണ് പ്രാഗ്. കെട്ടിടങ്ങൾക്ക് അതിൻ്റേതായ സൗന്ദര്യമുള്ള ഒരു നഗരം. ആ നഗരത്തിൻ്റെ സൗന്ദര്യം നഗരത്തിലെ ഓരോ കെട്ടിടങ്ങളും അവ നിർമ്മിച്ചിരിക്കുന്ന രീതിയും ഒക്കെ തന്നെയാണ്. പ്രാഗിൽ നിന്നും ഓസ്ട്രിയയിലെ തന്നെ വിയന്നയിലേക്കായിരുന്നു പിന്നീടുള്ള യാത്ര. വിയന്ന ഓസ്ട്രിയയുടെ തലസ്ഥാനമാണ്. വിയന്ന നഗരത്തിലും ഒരു ദിവസം ചിലവഴിച്ച ശേഷം അബുദാബി വഴി തിരികെ ഇന്ത്യയിലേക്ക് നമ്മൾ മടങ്ങി. നമ്മളൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയ സമ്പന്നമായ കളർഫുള്ളായ യൂറോപ്യൻ നഗരങ്ങൾക്കൊരു മറുവശം കൂടിയുണ്ടെന്ന് യാത്രയിൽ മനസ്സിലാക്കാൻ സാധിച്ചു. യൂറോപ്യൻ യാത്രയിൽ എടുത്തു പറയേണ്ട ഒന്ന് അവിടുത്തെ പൊതുഗതാഗതമായിരുന്നു. നഗരങ്ങൾക്കുള്ളിലെ പൊതുഗതാഗതമായാലും നഗരങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പൊതുഗതാഗതമായാലും വളരെ മികച്ചതായിരുന്നു. ബസ്സുകളേക്കാൾ ട്രെയിൻ ടിക്കറ്റിന് വില കൂടുതലാണ് പൊതുവെ യൂറോപ്പിൽ. എന്നാൽ ഇറ്റലിയിലെയും ഫ്രാൻസിലെയും ജർമ്മനിയിലെയും ഒക്കെ തീവണ്ടികൾ 300 km/h വേഗതയിൽ പോലും വളരെ സ്റ്റേബിളായാണ് യാത്ര ചെയ്തിരുന്നത്.